ആ സംവിധായകൻ്റെ, അതായത് സംവിധായകൻ്റെ പടത്തിൽ അഭിനയിച്ച പേരിൽ പൃഥ്വിരാജിനെ അമ്മ വിലക്കി 1 വർഷം. അപ്പം അമ്മ തുടക്കത്തിൽ ചില അനീതികൾ ചെയ്തിട്ടുണ്ട് എന്ന് സമ്മതിക്കണം. എന്ന് മാത്രമല്ല, അമ്മയിലെ ശക്തരായ നടന്മാർ നടികളും മറ്റു കാര്യമില്ല, നടന്മാർ മാക്ടയെ തളർത്താൻ തീരുമാനിക്കുകയും അങ്ങനെ മാക്ട പിളർന്ന് ഫെഫ്ക ഉണ്ടാവുകയും ചെയ്തു. ഫെഫ്ക ശരിക്കും പറഞ്ഞാൽ അമ്മയിലെ നേതാക്കളെ സൃഷ്ടിച്ചാണ്. ഞങ്ങൾ നേരത്തെ മാക്ട സൃഷ്ടിച്ചാണ്. ടെക്നീഷ്യൻ അസോസിയേഷൻ അപ്പോഴേ ഉണ്ടായിരുന്നു. അതായത് ശ്രീകുമാരൻ നമ്പിയെ പോലുള്ള സംവിധായകരെ മാറ്റിയിട്ട് ഞങ്ങൾ പറയുന്ന സംവിധായകരെ ഒക്കെ വേണ്ടിയൊരു ടെക്നിക്കൽ സംഘടന. അങ്ങനെ ഫെഫ്കയും അവർ കൈപ്പിടിയിൽ ഒതുക്കുന്നുള്ള സത്യമാണ്, പരമമായ സത്യമാണ്. ഉണ്ണികൃഷ്ണനെതിരെ ആരോപണം വരുന്നെങ്കിൽ അതിന് കാരണം ഉണ്ണികൃഷ്ണൻ അമ്മയുടെ നേതാക്കളെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. അതുകൊണ്ടാണ് അമ്മ ആവശ്യമാണ്, അമ്മ എന്ന സംഘടന ആവശ്യമാണ്, അല്ലെന്ന് ഞാൻ പറയുന്നില്ല. പിന്നെ നമ്മൾ ഈ പീഡന കാര്യം, എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം, ആരോപണം ഉന്നയിച്ചവരെല്ലാം ജൂനിയർ ആർട്ടിസ്റ്റാണ്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം നമ്മുടെ പ്രധാന നമ്മുടെ നടന്മാരെക്കുറിച്ച് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് മുഴുവനും ജൂനിയർ ആർട്ടിസ്റ്റാണ്. എന്തുകൊണ്ട് ഒരു പ്രധാന നടി ആരോപണം ഉന്നയിച്ചില്ല? ഞാനൊക്കെ സിനിമ വരുന്ന കാലത്ത് ഒരു ജൂനിയർ ആർട്ടിസ്റ്റിന് സംവിധായകൻ്റെ മുമ്പിൽ പോകാൻ പറ്റില്ല, അവരെ അറിയില്ല. കാരണം ജൂനിയർ ആർട്ടിസ്റ്റ് സപ്ലയർ എന്ന ഒരു തസ്തികയുണ്ട്. ജൂനിയർ ആർട്ടിസ്റ്റ് സപ്ലയർ പ്രധാന നടികന്മാരെ സംവിധാനം തീരുമാനിക്കും. ചെറിയ വേഷം കിട്ടുന്നവരെ ജൂനിയർ ആർട്ടിസ്റ്റ് സപ്ലയർ കൊണ്ടുവരും. അത് ആ ജൂനിയർ ആർട്ടിസ്റ്റിന് സംവിധാനം കാണുന്നത് സെറ്റിലാണ്, അതിന് പകരം കാണുകയില്ല. ഇപ്പം കാസ്റ്റിംഗ് കൗച്ച് എന്ന് പറഞ്ഞൊരു നായിക നടിയെക്കുറിച്ച് പറഞ്ഞ ഉപനായിക നടിയാണെങ്കിൽ മനസ്സിലാക്കാം. ഈ ജൂനിയർ ആർട്ടിസ്റ്റും കാസ്റ്റിംഗ് കൗച്ചോട് എന്താ ബന്ധം? ഒരു ബന്ധവുമില്ല. അതിപ്പോൾ പിന്നെ ഒരാൾക്കെതിരെ ആരോപണം ഉന്നയിച്ചു, മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് കണ്ടുപിടിച്ചു. ഈ കുട്ടി ഈ സ്ത്രീ എന്തിന് മസ്കറ്റ് ഹോട്ടലിൽ പോയി? അത് പ്രൈവറ്റ് പ്ലേസ് അല്ലേ? ഒരാൾ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഹോട്ടൽ മുറിയിൽ ഒരു പെണ്ണ് പോകാൻ ധൈര്യപ്പെട്ടെന്ന് പറഞ്ഞാൽ ഒരിക്കലും ഞാൻ സപ്പോർട്ട് ചെയ്യില്ല. ആ ഹോട്ടലിൽ അയാൾ താമസിക്കുന്ന ഹോട്ടലിൽ ചെന്ന് പീഡിപ്പിച്ചു പറഞ്ഞാൽ എന്താ കുറ്റം? പീഡിപ്പിക്കാൻ സാധ്യതയുണ്ട് അറിയിട്ടല്ലേ പോയത്. അത് കേൾക്കാൻ പറ്റില്ല. അവസരം കിട്ടാൻ വേണ്ടി. അപ്പോൾ ദാറ്റ് മീൻസ് അവർ അന്വേഷിച്ച് പോയതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെ പറഞ്ഞാൽ കേൾക്കണം.